ഈ തിരുവനന്തപുരത്ത് ഇത്രയും വിജയ് ഫാൻസ് ഉണ്ടെന്ന് പറഞ്ഞാണ്ടല്ലോ ഒരു മനുഷ്യൻ വിശ്വസിക്കത്തില്ല. പക്ഷേ ഉണ്ട്. നിങ്ങൾക്ക് വിജയണ്ണൻ എന്താണെന്ന് അറിയോ? വിജയണ്ണൻ എങ്ങനെയെന്ന് അറിയോ? നിങ്ങൾ ഒരു അഭിനയിക്കും, വിജയണ്ണന്റെ കൂടെ ഒരു ഷോട്ടിൽ നിന്ന് അഭിനയിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? ഇത് കടിക്കോ? ചിലപ്പോ. ഞാൻ ലവ് ടു ഡെക്കണേഷൻ വിജയണ്ണന്റെ കട്ട ഫാനാണ്. ഇപ്പോ ഞാൻ പറയാണ് വിജയ്ക്ക് അഭിനയിക്കാനൊന്നും അറിഞ്ഞൂടാ. അണ്ണാവെ പറ്റി പറഞ്ഞ അല്ലെങ്കിൽ അയാൾ എന്തെന്നാ കിടന്ന് കാണിക്കണത്, വെറുതെ അവിടെ ഇവിടെ ഇടിച്ചിടിച്ച് എന്താ പറയാ, അങ്ങനെ നടക്കുന്ന വലിയ അഭിനയവും കാര്യങ്ങളും ഒന്നുമില്ല. വലിയ അഭിനയവും കാര്യങ്ങളും ഒന്നുമില്ല. നിനക്കിതെങ്ങനെ സഹിക്കാൻ കഴിയും ജോസേ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞ എന്റെ അടുത്ത് എന്താ പറയാ, നിങ്ങൾക്ക് വിജയണ്ണൻ എന്താണെന്ന് അറിയോ? വിജയണ്ണൻ എങ്ങനെയെന്ന് അറിയോ? നിങ്ങൾ ഒരു അഭിനയിക്കും, വിജയണ്ണന്റെ കൂടെ ഒരു ഷോട്ടിൽ നിന്ന് അഭിനയിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? എനിക്ക് വിജയണ്ണനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോ എനിക്ക് സഹിക്കണില്ല. എന്തിനടാ ബാബു ദൈവം നിനക്ക് ഇത്രയും ആത്മാർത്ഥത തന്നത്? അതാ സാർ എനിക്ക് മനസ്സിലാകാത്തത്. നിങ്ങൾ അതേ വിജയണ്ണൻ നിൽക്കുന്ന സ്ക്രീനിൽ ഒരു ഷോട്ടിൽ നിങ്ങൾക്ക് അഭിനയിച്ച് കാണിക്കാൻ പറ്റുമോ? ടെൻഷനില്ലാണ്ട്. അങ്ങനെയൊന്നും പറയരുത്. എനിക്ക് അത്ര ഇഷ്ടമാണ്. ഇങ്ങനെയൊന്നും പറയരുത്. നിങ്ങളൊക്കെ ഇങ്ങനെ ദിക്സാക്ഷിയിലെ സംസാരിക്കുന്നത് കേൾക്കുമ്പോ വിഷമമുണ്ട് കേട്ടോ, വിഷമമുണ്ട്. ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ. എങ്ങനെ ചേട്ടൻ നീ ഇമോഷണൽ ആവരുത്. ചേട്ടന് ഇമോഷണലി കുഴപ്പമില്ലല്ലോ. അയ്യോ പാവം, പോട്ടെ പോട്ടെ. ചേട്ടന് ഇമോഷണലി ചന്തക്കുട്ടാ കുഴപ്പമില്ലല്ലോ. ഞാനൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാ. ഇപ്പൊ ഇത്ര ഇഷ്ടമുണ്ടെന്നുള്ളത് നമ്മൾ അറിയുന്നില്ല. കാരണം ഒരാൾക്ക് ആരാധന ഇത്ര അധികം ഉണ്ട് എന്നുള്ളത് ഞാൻ ശരിക്കും പറഞ്ഞ ഇപ്പോഴാണ് മനസ്സിലാക്കണത്. പകച്ചുപോയി എന്റെ ബാല്യം. പോകുമ്പോ